കേരളത്തിന്റെ വ്യാപാര സാംസ്കാരിക രംഗത്ത് പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് കൊച്ചി ട്രേഡ് സെന്ററിന്റെ സോഫ്റ്റ് ലോഞ്ച് ചടങ്ങുകൾ നടന്നു. കൊച്ചി വില്ലിംഗ്ടൺ ഐലൻഡിൽ നടന്ന ചടങ്ങ് BLM ഗ്രൂപ്പ് സ്ഥാപക ചെയർമാൻ R. പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര നിലവാരത്തോടുകൂടി ഒരുങ്ങുന്ന ട്രേഡ് സെന്റർ കേരളത്തിന്റെ ബിസിനസ്, എക്സിബിഷൻ, ഇവന്റ് മേഖലകൾക്ക് പുത്തൻ സാധ്യതകളാണ് തുറന്നുകൊടുക്കുന്നത്. വ്യാപാര സാംസ്കാരിക രംഗത്ത് ചരിത്രപരമായ അധ്യായം കുറിക്കുകയാണ് കൊച്ചി ട്രേഡ് സെന്റർ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സഹകരണ പ്രസ്ഥാനമായ ഭാരത് ലഞ്ജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോർപ്പറേറ്റീവ് സൊസൈറ്റിയുമായി കൈകോർത്താണ് കൊച്ചി ട്രേഡ് സെന്റർ യാഥാർത്ഥ്യമാകുന്നത്. കൊച്ചി വില്ലിംഗ്ടൺ ഐലൻഡിൽ നടന്ന ചടങ്ങ് BLM ഗ്രൂപ്പ് സ്ഥാപക ചെയർമാൻ R. പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കെ, സ്വപ്നം കാണുന്ന അബ്ദുൽ കലാം പറഞ്ഞ പോലെ ആ സ്വപ്നത്തിനെ യാഥാർത്ഥ്യമാക്കുന്നതാണ് ഏറ്റവും വലിയൊരു വിഷയം. അത് ഇന്നിതാ സാക്ഷാത്കരിച്ചിരിക്കുന്നു, നടന്നിരിക്കുന്ന സമയത്ത്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇത്രയും വലിയ ഒരു പ്രോജക്റ്റ് ഇത്രയും പെട്ടെന്ന് വിചാരിച്ച സമയത്ത് തന്നെ ഇത് ഇത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കാൻ വലിയൊരു ടീമിൻ്റെ വർക്ക് ഇതിൻ്റെ പിന്നിലുണ്ട്. അവർക്ക് ഈ സമയത്ത് നന്ദി പറയുന്നു. നിയുക്ത എറണാകുളം MLA TJ വിനോദ് മുഖ്യാതിഥിയായ ചടങ്ങിൽ കൊച്ചി ട്രേഡ് സെന്റർ സ്ഥാപകൻ MD നിജേഷ് പുത്തലത്ത്, ജോയ് ദീപ് ഘോഷ്, ജോളി ആന്റണി എന്നിവർ പങ്കെടുത്തു. പുതിയ സംരംഭകർ കടന്നു വരികയും അതിലൂടെ നമ്മുടെ സമൂഹത്തിനും നാടിനും ഗുണകരമാവുന്ന രീതിയിലുള്ള പ്രവർത്തന പരിപാടിക്ക് രൂപം കൊടുക്കാൻ കഴിയുകയും ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും പരമപ്രധാനമായ ഒന്നായി ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക. തീർച്ചയായും ഈ സംരംഭം വളർന്ന് വികസിച്ച് ഈ നാടിനും സമൂഹത്തിനും ഗുണകരമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. 1,50,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലുള്ള അത്യാധുനിക കൺസൾട്ട് അരീനയാണ് പദ്ധതിയുടെ പ്രധാന ആകർഷണം. രാജ്യാന്തര പരിപാടികൾ, എക്സിബിഷനുകൾ എന്നിവയ്ക്ക് വേദിയായി ഈ അരീനകൾ ഉപയോഗിക്കുന്നു. തുറന്ന വേദിയായ ആംഫി തിയേറ്ററും കൊച്ചി ട്രേഡ് സെന്ററിന്റെ പ്രത്യേകതകളിൽ ഒന്നാണ്. കലാ സാംസ്കാരിക പൊതുപരിപാടികൾക്ക് അനുയോജ്യമായ രീതിയിലാണ് ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. None of this existed before you. Whatever comes next, it stands on what we built. Don't you worry about it? This was never ours, Frida. We built the foundation. But the people of this land, they were never going to stop at a foundation. പദ്ധതിയുടെ പിന്നിൽ പ്രവർത്തിച്ചവരെ BLM ഫൗണ്ടിംഗ് ചെയർമാൻ R. പ്രേംകുമാർ വേദിയിൽ ആദരിച്ചു. ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം കലാപരിപാടികളും സംഘടിപ്പിച്ചു. കൊച്ചി നഗരത്തിന്റെ വളർച്ചയ്ക്കും ടൂറിസം മേഖലകളുടെ വികസനത്തിനും പദ്ധതി വലിയ പ്രചോദനമാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് മലയാളം, കൊച്ചി.